ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ യാത്രാ സ്നേഹി. ഇപ്പോൾ രാത്രിയാണ് കേട്ടോ സമയം. രാത്രി ഒരു 7:30 അടുത്ത സമയമായി. ഞങ്ങളിപ്പോൾ കൊല്ലങ്കോട് വന്നിരിക്കുകയാണ്. മോൾക്ക് നാളെ ഇൻഡിപെൻഡൻസ് ഡേ ആണല്ലോ. അപ്പോൾ മോൾക്ക് ഒരു ഡാൻസ് പ്രോഗ്രാം ഉണ്ട്. അതിന് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി വന്നിരിക്കുക. വൈറ്റ് കളർ ഡ്രസ്സ് തന്നെ വേണമെന്ന് ടീച്ചർ നിർബന്ധം പറഞ്ഞതുകൊണ്ട് വൈറ്റ് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി വന്നിരിക്കുക. അപ്പോൾ ഞങ്ങൾ ഫോൺ വിളിച്ച് ചോദിച്ചപ്പോൾ ഇവിടെ വൈറ്റ് ഡ്രസ്സ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതൊന്ന് വാങ്ങിക്കാമെന്ന് കരുതി വന്നിരിക്കുകയാണ്. ഇവിടെ ബിസ്മി സിൽക്സിലേക്കാണ് വരുന്നത്. അപ്പം ഇനി നമുക്കൊന്ന് പോയി നോക്കാം. പെട്ടെന്നായതുകൊണ്ട് എവിടെയും സ്റ്റോക്കില്ല, സംഭവം കഴിഞ്ഞു. ഞങ്ങൾ താമസിക്കുന്നിടത്തൊക്കെ അന്വേഷിച്ചു, അതെ, അവിടെ ഒന്നും സ്റ്റോക്കില്ല. അതാണ് കൊല്ലങ്കോട് വന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ ഇവിടെ വല്ലതും കിട്ടുമോ നോക്കാം. ഓക്കെ, ഷോപ്പിലേക്ക് കയറാം. നോക്കാം, അവർ കാണിച്ചു തരും കേട്ടോ. ഇത് ഉടുപ്പാ മോളെ, ഉടുപ്പല്ല. അതെ, ഇതാണെങ്കിൽ അവിടെ ഉണ്ടായിരുന്നു. അതെ, നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. നോക്കണം, കാല് ആരെയും കാണുന്നില്ലേ? ആളില്ലേ? കുട്ടിക്ക് ടോപ്പ് വേണം, വൈറ്റ് കളർ. ഞങ്ങൾ ഫോൺ വിളിച്ചപ്പോൾ ഉണ്ടെന്ന് പറഞ്ഞു, അതുകൊണ്ടാ വന്നേ. ഞങ്ങള് വയസ്സ് വരെ പറഞ്ഞു കൊടുത്ത് തിരിച്ചു വിളിച്ചതാ. അവര് തിരിച്ചു വിളിച്ചതന്നെ ഉണ്ടെന്ന് പറഞ്ഞു. ശരി, എടുക്കൂ, നോക്കട്ടെ. അവർ പറഞ്ഞ് ഞങ്ങൾ ഫോൺ വിളിച്ചപ്പോൾ പറഞ്ഞതാട്ടോ, കുട്ടിക്കുള്ളതുണ്ട്, 8 വയസ്സായ കുട്ടിക്കുള്ളതുണ്ട് എന്നൊക്കെ. 1 വയസ്സ് കൂട്ടിയാണ് പറഞ്ഞത്. മോൾക്ക് അവരുണ്ടോ എന്ന് ചോദിച്ചിട്ട്, പക്ഷേ ഉണ്ടെന്ന് പറഞ്ഞു. ഇവിടെ വന്നപ്പോൾ ആ കുട്ടിക്കുള്ളത് ഇല്ലെന്നാണ് പറയുന്നത്. ഇനിയിപ്പം ആൺകുട്ടികളുടെ കുർത്ത നോക്കാമെന്ന് കരുതി പോവുകയാണ്. കുർത്തയുണ്ടോ ഈ കുട്ടിക്ക്? ആ, അല്ല, അതിൻ്റെ പാൻറ്റോട് കൂടെ വലിപ്പം പോലെ തോന്നുന്നു. അത് കെട്ടുമ്പോ ശരി. ഇത് സൈസ് എത്രയാ? 24. 28 എഴുതിയിരിക്കണം. 28 എഴുതിയിട്ടുണ്ട്. 28 വലുതായിരിക്കില്ലേ? വലുതാണോ അല്ലേ? ചെറുത്. 28. 24 അതിൽ കുറച്ച് ചെറുതാവും. എത്ര വരുള്ളൂ? പാൻറ് എത്ര വരുള്ളൂ? എങ്ങനെയുണ്ട് മോനെ, ഓക്കെ അല്ലേ? ഇതില് റിബൺ ഇടണോ ഇനി ആ പാൻറില്? കറക്റ്റ് ആവും. 3 പേരിന് നോക്കാം. കണ്ടല്ലേ? ഓക്കെ അല്ലേ? അയച്ചോളാം. അത് കെട്ടണം. കുറച്ച് ലൂസായിട്ട്. ഇഷ്ടപ്പെട്ടില്ലേ? എന്തായാലും പെൺകുട്ടികൾക്കുള്ള ചുരിദാറൊന്നും ചെറിയ കുട്ടികൾക്കുള്ള കിട്ടില്ല കേട്ടോ. നമുക്ക് അതുകൊണ്ട് നമ്മൾ കുർത്ത വെച്ച് അഡ്ജസ്റ്റ് ചെയ്തതാണ്. ആൺകുട്ടികളുടേതാണെങ്കിൽ റെഡിമെയ്ഡായിട്ട് ഉണ്ടാവുമല്ലോ. പെൺകുട്ടികൾക്കാണെങ്കിൽ സ്റ്റിച്ച് ചെയ്യേണ്ടി വരും. ആദ്യം നമ്മൾ ക്ലോത്ത് വാങ്ങി സ്റ്റിച്ച് ചെയ്യേണ്ടി വരും. അപ്പം എന്തായാലും ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. അധികം സമയം കളഞ്ഞില്ല, കിട്ടി. എത്ര വർഷമായി ഇവിടെ ഈ ഷോപ്പ് തുടങ്ങിയിട്ട്? 28 വർഷമായില്ലേ? വാപ്പയായിട്ട് തുടങ്ങിയതാ? അങ്ങനെയല്ല, ഇത് കോമഡിയാണ്. കൂളിംഗ് ഗ്ലാസ് ഇട്ടുകൊണ്ട് അറിയുന്നില്ല. പിന്നെ ഒന്നും വേണ്ട. ഇങ്ങനെ തന്നെ ആളുകൾ കാശുണ്ടാക്കുന്നത്. പണം ഞങ്ങളുടെ വന്നു തുടങ്ങിയിട്ടില്ല, വരാൻ പോകുന്നു. ഞങ്ങൾ തുടങ്ങി. അതിന് കുറെ ആളുകളെ വേണം, കുറെ ആവണം. ഞങ്ങൾ കുറച്ചായിട്ടുള്ള തുടങ്ങി. മോളെ വീടിട്ട് അവിടെ ചെന്ന
ഇത് ഹോൾസെയിലാണ് അല്ലേ? ഹോൾസെയിൽ ഷോപ്പാണ് അല്ലേ? 100 പോലെ. നിങ്ങൾ എത്ര പേരുണ്ട് ഇവിടെ? അതെ അല്ലേ? അല്ല നിങ്ങൾ ഓണേഴ്സ്? പക്ഷേ ഇപ്പൊ ഞങ്ങൾ ഇതൊരു എമർജൻസി ആയിട്ട് വന്നതാണ്. ഇനി വരാം. ഇവിടെ തന്നെ എടുക്കുന്നത്. ഞങ്ങൾ ഇടയ്ക്ക് വരുന്നുണ്ടല്ലോ. കാമ്പ്രതയുള്ള ഞങ്ങൾ കാമ്പ്രത്തെ. ഞാൻ ഇലക്ട്രിക്കൽ കടയാണ്. അതുപോലെ സിറ്റി ഹാർഡ്വെയർ അവര് കാമ്പ്രത്തെയുള്ള, പഴയ പള്ളി. ഞാൻ കിഴക്കഞ്ചേരി. ഇന്ന് 8 മണിക്ക് അടയ്ക്കുക. ഇന്നിപ്പോ ഇത് എടുക്കാൻ ഹാർഡ്വെയർ ബിസിനസ് ആൾക്കാർ എടുത്തത് അവിടെ തന്നെ കാമ്പ്രത്തെയുള്ള. അല്ല അതിന് പറഞ്ഞതിൽ തെറ്റൊന്നുമില്ല, പറഞ്ഞതിൽ തെറ്റൊന്നുമില്ല. ചന്തക്കാരനെ എന്ത് ചെയ്യണോന്ന്. ശരി അപ്പൊ ശരിയാണോ? ശരി അപ്പൊ ശരി. വീഡിയോ വരും. യാത്രാ സ്നേഹി ട്ടാ, യാത്രാ സ്നേഹി. സബ്സ്ക്രൈബ് ചെയ്യേ. അപ്പോൾ എന്തായാലും പെട്ടെന്ന് തന്നെ ഡ്രസ്സ് കിട്ടിയിട്ടോ. നമ്മൾ ഉദ്ദേശിച്ച പോലെ പെൺകുട്ടികൾക്ക് എന്നുള്ളതൊന്നും അല്ലെങ്കിലും നല്ല ഡ്രസ്സ് തന്നെ കിട്ടി. അതാകുമ്പോൾ ആൺകുട്ടികളുടേതാകുമ്പോൾ റെഡിമെയ്ഡായിട്ട് ഉണ്ടാവും കുർത്തി. അപ്പം അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. എന്തായാലും ഒരു ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ. അപ്പോൾ ഇനിയിപ്പോൾ സമയം പൊതുവെ വൈറ്റ് ഇങ്ങനത്തെ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. സൈസും കിട്ടണമല്ലോ. പക്ഷെ ഇവിടെ വന്നപ്പോൾ കിട്ടി, കുഴപ്പമില്ല. ഇത് ഹോൾസെയിൽ ഷോപ്പാണ് കേട്ടോ. അതുകൊണ്ട് എല്ലാ ഐറ്റംസും ഒരുപാടുണ്ട് ഇവിടെ. ഒരുപാട് വർഷം അദ്ദേഹം പറയുന്ന കണ്ടില്ലേ, 28 വർഷമായി അവിടെ ഷോപ്പ് തുടങ്ങിയിട്ടെന്ന്. അതെ, കൊല്ലംകോട് പൊതുവെ ഈ കടയെ കുറച്ചൊരു ഷോപ്പ് ഒരുപാട് വർഷമായിട്ടുള്ളതാണ്. പിന്നെ അപ്പം എന്തായാലും സമയം 7:45 കഴിഞ്ഞു. അപ്പം ഇനി ഞങ്ങൾ ഒന്ന് ഫുഡ് കഴിച്ചിട്ട് പോകാമെന്ന് കരുതിയിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. അപ്പം ഇനി ഹോട്ടലിൽ കാണാം. കുട്ടിക്ക് പിടിക്കാൻ പറ്റില്ല. ഈ ക്ലാസ് അങ്ങനെ ഞങ്ങൾ നല്ലൊരു ഫുഡ് കഴിച്ചു കേട്ടോ. ബിരിയാണിയാണ് കഴിച്ചത്. ഇവിടുത്തെ ബിരിയാണി നല്ല അടിപൊളിയാട്ടോ. പിന്നെ പൊറോട്ടയും കഴിച്ചു, അതും നല്ല സോഫ്റ്റാണ്. അത് ഞങ്ങൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഓർഡർ ചെയ്തുകൊണ്ട് പിന്നെ വീഡിയോ എടുത്തില്ല. പിന്നെ ഇതാ ഇപ്പോൾ ജീരകം എടുത്തിരിക്കുകയാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇനി അങ്ങനെ ഞങ്ങൾ വീട്ടിലോട്ട് ഇറങ്ങുവാണ്. അപ്പം ചെറിയ വീഡിയോ ആണിത്. എന്തായാലും അപ്പോൾ യാത്രാ സ്നേഹി സൈനിങ് ഔട്ട്. ബൈ.